ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ചെറിയ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ തന്നെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തന്നെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആൻറ്റി ഉണ്ട്, എറണാകുളം വരെയും പോവുകയാണ്. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും കാണാം. ഒരു ചാറ്റോട് കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ഇറങ്ങി പൊക്കോണ്ടിരിക്കണേണ്. അപ്പോൾ ഇന്നാണെങ്കിൽ പതിവില്ലാണ്ട് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. മഴയത്തേക്ക് ഇങ്ങനെ ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ല, കൊച്ചൊക്കെ ആയിട്ട് പോകുമ്പോൾ. അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഐസമോൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഒരു സമയത്ത് അധികം റഷ് ഉണ്ടാവില്ലല്ലോ ബസ്സിലായാലും. പെട്ടെന്ന് പോയി പർച്ചേസിങ് കഴിഞ്ഞിട്ട് വരാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള. പിന്നെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല ഈ ഒരു സമയത്ത് പൊതുവെ. പക്ഷേ ഇന്നാണെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. മഹാരാജിൻ്റെ അവിടെ ഒരു 10-20 മിനിറ്റോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഷോപ്പെത്തി. അപ്പോൾ അതേ ആൻറ്റി ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പ്രായം മുതലേ ആൻറ്റിക്കും മമ്മാക്ക്, ആൻറ്റി മീൻസ് എൻ്റെ മമ്മയുടെ അനിയത്തി, ആൻറ്റിക്കും മമ്മാക്കൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആൾ ഞാനാണ്ട്. ഇപ്പം ഞാൻ പുറത്തുള്ള സമയത്ത്, പുറത്തുനിന്ന് വെച്ചാൽ മസ്കറ്റുള്ള സമയത്തും എനിക്ക് ഫോട്ടോ എടുത്ത് കാണിക്കും, അയക്കും, അങ്ങനെയാണ്. മിക്കതും അവരുടെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആൻറ്റിയും ഞാനും ഡ്രസ്സൊക്കെ ഇപ്പോൾ മാറിയൊക്കെ, ടോപ്പൊക്കെ ഇപ്പോൾ മാറിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എനിക്കും കൂടെ പറ്റണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാനാണ് കൂടുതൽ ഇങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഐസമോന് എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേറെ സെക്ഷൻ, അപ്പോൾ എനിക്കും 1-2 ടോപ്പൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ കേട്ടോ, നല്ലത് കണ്ടാൽ ഞാൻ അപ്പം തന്നെ എടുക്കും. അപ്പം അക്കുവും പറഞ്ഞിട്ടുണ്ട്, നല്ലത് നിങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ കൈയോടെ പർച്ചേസ് ചെയ്താൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ മനസ്സിൽ ഓരോന്നൊക്കെ ഇഷ്ടമുള്ള കളർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പിന്നെ റീസണബിൾ റേറ്റിലൊക്കെ കാണുമ്പോൾ ഞാൻ കൂടുതലും വെച്ചാൽ പോയി പർച്ചേസ് ചെയ്യണം. ഓൺലൈൻ പർച്ചേസിങ് ഒക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ആൻറ്റിക്കുള്ള കുറച്ച് ലെങ്തി ടോപ്പ്, എനിക്കുള്ള കുറച്ച് ഷർട്ട്സ്, അങ്ങനത്തെയൊക്കെ അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരം പിടിച്ചിട്ടുണ്ടായിട്ട് ഞാൻ ഇന്ന് ആൻറ്റിനെ ഒരുപാട് ഷോപ്സിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ പിന്നെ റിട്ടേൺ പോവാണ് തിരിച്ച്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ മമ്മക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇതേപോലെ ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി, ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത് നിങ്ങളുടെ കാണിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ ഒരു അവിടുത്തെ കുറേ കളക്ഷൻസ് ഇഷ്ടമായി, ഏത് ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അങ്ങനെ കുറച്ച് മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഷോപ്പിംഗ് വീഡിയോ പെരുന്നാളിന് 2 ആഴ്ച മുന്നേ പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതും കൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇത് പെരുന്നാളിന് പിറ്റേ ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അത് മേടിച്ച സംഭവങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഇട്ട് കഴിയുന്നതാണ് കേട്ടോ. പക്ഷേ കാണിക്കാൻ വേണ്ടി ഈ ഷോപ്പിംഗ് വീഡിയോയുടെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്ലാക്ക് ഇതൊരു ഫുൾ ലെങ്ത്ത് വന്നിട്ടോ, ഫുള്ളല്ല എന്നാലും അത്യാവശ്യം ലെങ്ത്ത് വന്നൊരു ടോപ്പാണ് കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ബട്ടൺസ് തുറന്നിട്ട് ചെറിയ ടീഷർട്ട്സിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇടണമെങ്കിൽ അങ്ങനെ നല്ലതായിരിക്കും. ഇതൊരു ജോർജറ്റിൽ വന്ന മെറ്റീരിയലാണ്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഞാൻ ഈ ഷോപ്പിംഗ് ആൻറ്റിക്ക് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. ആൻറ്റിയുടെ കൂടെ ഞാൻ ഒന്ന് പോയെന്നുള്ളൂ, എനിക്ക് മേടിക്കാൻ വേണ്ടി പോയതല്ല. പക്ഷെ അവിടെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കൈയോടെ തന്നെ മേടിച്ചിട്ടും കൊണ്ടുവന്ന്. ഫസ്റ്റ് അപ്പോൾ ഇതാണ് കേട്ടോ, ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വന്നത്. പിന്നെ അടുത്തത് ഈ ഒരു
ലൂസായിട്ട് വന്ന പാൻറ്. ഇത് ജസ്റ്റ് പാൻറ്റാണ് കേട്ടോ, സൈഡിൽ പോക്കറ്റൊക്കെ ആയിട്ട് വന്നത്. നമ്മുടെ ചെറിയ ടീഷർട്ട്സോ അല്ലെങ്കിൽ ചെറിയ ടോപ്പിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി. ഇതൊരു ക്രീമും ലൈറ്റ് ബീച്ച് ഷെയ്ഡാണ്. ഫോണിൽ ക്രീമായിട്ട് തോന്നും, പക്ഷെ ലൈറ്റ് ബീച്ച് ഷെയ്ഡാണ്. ഇങ്ങനെ കണ്ടോ, എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ നോക്കി നിൽക്കണമായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം മേടിച്ചു. ചിലപ്പോൾ നമ്മൾ മേടിക്കാൻ പോണ സമയത്ത് ഇതൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് മേടിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ആക്ച്വലി ഒരു വട്ടം ഇട്ടതാണ്. ഈ ഒരു ബ്ലൂ, ഇതിങ്ങനെ സ്ട്രൈപ്സ് പോലെ വന്നിട്ട് നമ്മുടെ സ്ലീവിലൊക്കെ ഇത് കണ്ടോ എംബ്രോയിഡറി പോലെ വന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ കളറില്ല, ഈ ഒരു ബ്ലൂ കളറില്ല. പിന്നെ നെക്കൊക്കെ നോക്കി, നമ്മൾ പിന്നെ ഷോൾ ഇടുമ്പോൾ നെക്കൊന്നും അറിയില്ല, അല്ലാത്തവരാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് പിന്നെ ടൈ ചെയ്യാൻ പറ്റിയ 2 ഇങ്ങനെയുണ്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ ഏരിയയിലും. അപ്പം ഈ ഒരു ടോപ്പ്. പിന്നെ ലാസ്റ്റ് ഈ ഒരു ഷർട്ട്, ഇതെനിക്ക് ഇല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിക്കായിരുന്നു ഇത് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ ഷർട്ടേ ഇല്ല, ചെറിയൊരു ഷർട്ട് ജീൻസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ലീവ് നോക്കിക്കാൻ ഫുൾ സ്ലീവാണ്, ഇങ്ങനെ ബട്ടൺസൊക്കെ ആയി വന്നിട്ട് ഒരു ഷർട്ട്. ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ അല്ല എൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ്. സോ നമുക്കപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.